20-ാം അധ്യായം. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. അപ്പോൾ യഹോശാഫത്ത് എന്താണ് ചെയ്തത്? 5-ാം വാക്യം. യഹോശാഫത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുൻപിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യയിൽ നിന്നുകൊണ്ട്. അപ്പോ യഹോശാഫത്ത് എന്ന് പറയുന്ന രാജാവിന്റെ മുൻപിൽ ഒരു വെല്ലുവിളി ഉണ്ടാകുകയാണ്. യുദ്ധത്തിനുള്ള ആഹ്വാനം ഉണ്ടാകുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ഒരു രാജാവാണ്. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളുമുണ്ട്. അയൽ രാജ്യങ്ങളും മറ്റ് ദേശങ്ങളും യുദ്ധം ഡിക്ലയർ ചെയ്യുമ്പോൾ ആദ്യം ഒരു രാജാവ് അന്വേഷിക്കേണ്ടത്, സജ്ജീകരിക്കേണ്ടത്, ക്രമീകരിക്കേണ്ടത് സൈന്യത്തെയാണ്. ഒരു യുദ്ധത്തിന്റെ ആഹ്വാനം യഹോശാഫത്തിന്റെ മുൻപിൽ വരുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോശാഫത്ത് നേരെ പോയത് ആയുധപ്പുരയിലേക്കല്ല, ആലയത്തിലേക്കാണ്. യഹോശാഫത്ത് നേരെ പോയത് പ്രാർത്ഥനയുടെ, ദൈവസാന്നിധ്യത്തിന്റെ, ആരാധനയുടെ ആലയത്തിലാണ്. എന്നിട്ട് ആ സഭാമധ്യയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവം അല്ലയോ? നീ ജാതികളെയും സകല രാജ്യങ്ങളെയും ഭരിക്കുന്നല്ലോ. ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഇത് ഒരു ഉറപ്പാണ്, ഇതൊരു വിശ്വാസമാണ്. എനിക്കെതിരെ ശത്രു വെല്ലുവിളിക്കുമ്പോൾ അത് രോഗമായിട്ടായിരിക്കാം, മാനസിക സമ്മർദ്ദങ്ങളായിട്ടായിരിക്കാം, തലമുറകളുടെ വിഷയവുമായിട്ടായിരിക്കാം, സാമ്പത്തിക മേഖലയിലായിരിക്കാം, ബിസിനസ്സിനോടുള്ള ബന്ധത്തിലായിരിക്കാം, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കാം. നിന്നെ തീർത്ത് കളയും, തകർത്ത് കളയുമെന്ന് ഒരു കൂട്ടം സമൂഹം ഒന്നിച്ച് ആർത്തു വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട്, ആരാധനയുടെ മധ്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് യഹോശാഫത്തിനെ പോലെ പറയാൻ കഴിയുമോ? സൈന്യബലത്തെക്കായാലും ആയുധങ്ങളെക്കായാലും സർവശക്തനാകുന്ന ദൈവമേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. സകല രാജ്യങ്ങളെയും നിന്റെ കയ്യിലാണ്. ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട്. നീ എൻ്റെ ശത്രുവിനേക്കാൾ ശക്തനാണ്. എൻ്റെ ദൈവം എൻ്റെ രോഗത്തെക്കാൾ ശക്തനാണ്. എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങളെക്കാൾ ശക്തനാണ്. എൻ്റെ ദൈവം എൻ്റെ സാമ്പത്തിക വിഷയങ്ങളെക്കാൾ ശക്തനാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രതിസന്ധികളെക്കാൾ ശക്തനാണ്. ഈ ആരാധനയുടെ മധ്യയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ നേരിടുന്ന സകല വിഷയങ്ങളെക്കാളും വലിയവനാണ് എൻ്റെ ദൈവം എന്ന ഉറപ്പുള്ള ദൈവമക്കൾ അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയാമോ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്നവൻ, കൂനയായവളെ നിവർത്താൻ കഴിയുന്നവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ചവൻ, ഊമരെ സംസാരിപ്പിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയവൻ, 7 പൊന്നില വിളക്കിട നടുവിൽ നിലയങ്കി ധരിച്ച് ഉലാവുന്നവൻ, ആൽഫയും ഒമേഗയുമായവൻ, വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാകുന്ന, ആർക്കും എതിർക്കാൻ കഴിയാത്ത, എത്ര സൈന്യങ്ങൾ എനിക്കെതിരെ വന്നാലും, എത്ര ശക്തികൾ എനിക്കെതിരെ എഴുന്നേറ്റാലും, എന്നോട് ദൈവാത്മാ പറയുന്നു, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ മാനസിക മേഖലയോടും, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തോടും, നിന്റെ സാമ്പത്തിക മണ്ഡലത്തോടും ശത്രു ശക്തിയോടെ എതിർക്കുമ്പോൾ ആത്മാവ് സഭയോട് പറയുന്നു, ഒരു ശക്തികൾക്കും എതിർക്കാൻ കഴിയാത്ത, ഒരു സൈന്യത്തിനും ജയിക്കാൻ കഴിയാത്ത, ഒരു ശക്തികൾക്ക് ഒതുക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിന്റെ ദൈവത്തിനുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിളിച്ചു പറ, എന്റെ ദൈവം ഗോലിയാത്തിനേക്കാൾ വലിയവൻ, എന്റെ ദൈവം ദാഗോനേക്കാൾ വലിയവൻ, എന്റെ ദൈവം ഫെലിസ്തീനേക്കാൾ വലിയവൻ, എന്റെ ദൈവം സർവശക്തൻ. ഒരു കൂട്ടം ജനം, മോവാബ്യരും അമ്മോന്യരും ഈ മെയൂന്യരും ഒന്നിച്ച് യുദ്ധത്തിനായി യഹോശാഫത്തിന്റെ മുൻപിൽ വരുമ്പോൾ ഈ ദൈവ മനുഷ്യൻ പറയുകയാണ് ദൈവസന്നിധിയിൽ നിന്ന്, നീ സ്വർഗസ്ഥനായ ദൈവമാണ്, സകല രാജ്യങ്ങളെയും നീയാണ് ഭരിക്കുന്നത്.
ഞാനൊരു രാജാവാണെങ്കിലും ഭരണചക്രം നിന്റെ കയ്യിലാ കർത്താവേ. പറയാമോ, ഞാനൊരു ഭർത്താവാണെങ്കിലും, ഞാനൊരു ഭാര്യയാണെങ്കിലും, ഞാനൊരു ശുശ്രൂഷകനാണെങ്കിലും, കർത്താവേ എൻ്റെ അമരത്ത് നീയാ കർത്താവേ. എൻ്റെ ആവശ്യങ്ങളുടെ മേളിൽ നീയാ കർത്താവേ. എൻ്റെ കുടുംബത്തിൻ്റെ മേളിൽ നീയാ കർത്താവേ. എനിക്ക് മക്കളെ തന്നത് നീയാ കർത്താവേ. എനിക്ക് കുടുംബം തന്നത് നീയാ കർത്താവേ. എനിക്ക് ശുശ്രൂഷ തന്നത് നീയാ കർത്താവേ. എനിക്ക് വഴികളെ തുറന്നത് നീയാ കർത്താവേ. ഒരു ശക്തികൾക്കും എന്നെ ഒതുക്കാൻ കഴിയാത്ത നിലകളിൽ എന്നെ മാനിക്കുവാനുള്ള ശക്തിയും പരാക്രമവും നിന്റെ കയ്യിലുണ്ട്. ഇത് പറഞ്ഞതൊരു രാജ്യത്തിലെ രാജാവാ. ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിന്റെ പക്കലുണ്ട്. Because you are controlling, you are ruling everything. Can you please say that word? My God is ruling. He is the ruler. എൻ്റെ തലമുറകളെ സ്വാധീനിക്കുന്ന സ്വാധീനം എൻ്റെ ദൈവമാ. പറ, എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കുന്ന സ്വാധീനം എൻ്റെ ദൈവമാ. എൻ്റെ സഭയെ സ്വാധീനിക്കുന്ന സ്വാധീനം എൻ്റെ ദൈവമാ. എൻ്റെ ആയുസ്സിനെ നിലനിർത്തുന്ന സ്വാധീനം എൻ്റെ ദൈവമാ കർത്താവേ. വേദപുസ്തകം പറയുന്നു, ഈ മനുഷ്യൻ തൻ്റെ രാജ്യത്തോട്, തൻ്റെ ജനത്തോട് താൻ 8ാമത്തെ വാക്യത്തിൽ ഒരാഹ്വാനം കൊടുക്കുകയാണ്. ന്യായവിധിയുടെ വാളോ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുൻപിലും നിന്റെ സന്നിധിയിലും നിന്നു. നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ. ഞങ്ങൾ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും. കർത്താവേ, മഹാമാരി വന്നാൽ വരട്ടെ, ക്ഷാമം വന്നാൽ വരട്ടെ, എന്ത് പ്രതിസന്ധി എൻ്റെ മുമ്പിൽ വന്നാലും നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ അതിനെ നേരിടും. ഇത് ഇന്ന് ചിലരോടുള്ള ദൈവികമായ ശബ്ദമാണ്. Any challenges, any circumstances, any problems you are facing in your life, ഏത് പ്രശ്നവും, ഏത് സാഹചര്യവും, ഏത് പ്രതിസന്ധിയും വന്നോട്ടെ, എന്തും വന്നോട്ടെ, കർത്താവേ നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ ധൈര്യത്തോടെ നേരിടും. ഇന്ന് പകൽ അങ്ങനെ ഒരു ഭയങ്കര കരുത്ത് നിങ്ങളുടെ അകത്ത് ദൈവം പകരുകയാണ്. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ചില ഭയങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കുന്നു, ചില സാഹചര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ചില കേൾവികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ചില വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു. അതിൻ്റെ മുൻപിൽ നിന്നോണ്ട് തിരുവെഴുത്തുകളെ ഉയർത്തി നിനക്ക് പറയാൻ കഴിയാമോ, ഇത് ഞാനും എൻ്റെ ദൈവവും കൂടെ നേരിടും. ഇത് ജീസസ്, ഇത് ഞാനും എൻ്റെ കർത്താവും കൂടി ഇതിനെ ഫേസ് ചെയ്യും. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. യഹോശാഫാത്ത് പറയുന്നു, നിന്റെ നാമം ഈ ആലയത്തിലുണ്ട്. ഞങ്ങൾ നിലവിളിച്ചാൽ, ഞങ്ങൾ കരഞ്ഞാൽ, അമ്മോനിയർ വന്നോട്ടെ, മോവാബിയർ വന്നോട്ടെ, മെയൂനിയർ വന്നോട്ടെ, അവർക്കൊന്നും ഇല്ലാത്ത ശക്തിയും പരാക്രമവും എൻ്റെ ദൈവത്തിനുണ്ട്. ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് വന്ന് നിൽക്കുമ്പോൾ മല്ലനായ ഗോലിയാത്തിനെ അല്ലല്ലോ ദാവീദ് നോക്കിയത്. ഗോലിയാത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണല്ലോ. Any challenges, any circumstances, എനിക്ക് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചില സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാതെ, ചില സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ, how I can handle this case എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളെ നിനക്ക് വേണ്ടി ദൈവം അതിനെ നേരിടുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നിനക്ക് വേണ്ടി യഹോശാഫാത്ത് തുറന്നു പറയുന്നു 12ാം വാക്യത്തിൽ, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നില്ല. ഹല്ലേലൂയ. രഹസ്യമായിരിക്കാം, പരസ്യമായിരിക്കാം, ഉള്ളത്തിൽ കൊണ്ടു നടക്കുന്ന വിഷയമായിരിക്കാം, ചില പാപങ്ങളെ ജയിക്കാൻ പറ്റാത്തതായിരിക്കാം, ചില തിന്മകളെ നിനക്ക് ജയിക്കാൻ പറ്റാത്തതായിരിക്കാം, നിന്റെ കണ്ണിനെയോ ചെവിയോ അധരത്തെയോ നിനക്ക് ജയിക്കാൻ പറ്റാത്തതായിരിക്കാം, ചില സാമ്പത്തിക വിഷയങ്ങളെ നിനക്ക് നേരിടാൻ കഴിയാത്തതായിരിക്കാം, ചില ബിസിനസ്സുകളായിരിക്കാം, നിന്റെ ശുശ്രൂഷയായിരിക്കാം. കർത്താവേ, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലെന്ന് യഹോശാഫാത്തിനെ പോലെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യഹോശാഫാത്ത് അടുത്ത നടപടി, ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്ക് തിരിയുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിന്റെ നടുവിൽ അതിനകത്ത് സൊല്യൂഷൻ എഴുതിയിരിക്കുന്നു. മക്കളെ, ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്ക് തിരിയുകയാണ്.
ഞങ്ങളുടെ ശ്രദ്ധ നിന്നിലേക്ക് തിരിയുകയാണ്. വിളിച്ചു പറയുന്നു, എനിക്ക് എങ്ങനെ ഇത് നേരിടണമെന്ന് അറിയത്തില്ല, എനിക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. വഴിയുണ്ട് സഹോദര, എൽഷദായി സഭയെ വഴിയുണ്ട്, എൻ്റെ മക്കളെ വഴിയുണ്ട്. നിന്റെ കണ്ണങ്ങോട്ട് തമ്പുരാന്റെ സന്നിധിയിലോട്ട് ഉയർത്ത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതാൻ അവൻ അനുവദിക്കത്തില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. വേദപുസ്തകം പറയുന്നു എന്ത് സംഭവിച്ചു? 14-ാമത്തെ വാക്യം. ഇതൊരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മിദ്യാനാവിന്റെ മകനായ ഏരീലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്കരിയാവിന്റെ മകൻ യഹസ്യേൽ എന്ന ലേവ്യന്റെ മേൽ വന്നു. ഒരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച രാജാവ്, ഒരു വിഷയം വന്നപ്പോൾ വാളും വടിയും തിരക്കാതെ ചർച്ചിനകത്തോട്ട് ഓടിക്കേറിപ്പോയി പ്രാർത്ഥനാനിരതനായ മനുഷ്യൻ. എനിക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല, എനിക്കതിനുള്ള ശക്തിയില്ലെന്ന് ദൈവത്തിന്റെ മുൻപിൽ തൻ്റെ അവസ്ഥയെ വിളംബരം ചെയ്ത് സഭാമധ്യേ നാണക്കേടോ കുറവോ കുറച്ചിലോ രാജാവാണെന്നുള്ള ഉങ്കോ അഹങ്കാരവും ഇല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ച മനുഷ്യൻ. ഈ മനുഷ്യൻ അങ്ങനെ കണ്ണ് തമ്പുരാന്റെ മുമ്പിൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ പൊട്ടുന്നനവേ ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ലേവ്യന്റെ മേളിലോട്ട് പരിശുദ്ധാത്മാവ് വന്നു. ഓ ജീസസ് ജീസസ് ജീസസ്, ഹല്ലേലൂയ. ആ ലേവ്യന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് 15-ാമത്തെ വാക്യത്തിൽ അവൻ പ്രവചിക്കാൻ തുടങ്ങി. യഹോശാഫത്ത് രാജാവും കൂട്ടാളുകളും കേട്ടുകൊള്ളുവീൻ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റെതത്രേ. ഇതിപ്പോൾ എൻ്റെ ഫയലല്ല, ഇതിപ്പോൾ ദൈവത്തിന്റെ ഫയലാണ്. ഇതിപ്പോൾ എൻ്റെ ഡീലല്ല, ഇതിപ്പോൾ ദൈവത്തിന്റെ ഡീലാണ്. നിന്നെ വിടുവിക്കേണ്ടത് ഇപ്പോൾ നിന്റെ ആവശ്യമല്ല, അതിപ്പോൾ ദൈവത്തിന്റെ ആവശ്യമാണ്. നിന്നെ സൗഖ്യമാക്കേണ്ടത്, നിന്നെ ഒരു അത്ഭുതമാക്കേണ്ടത്, നിന്നെ മാനിക്കേണ്ടത് ഇനി ദൈവത്തിന്റെ ആവശ്യമാണ്. ഒരു വിഷയത്തിന്റെ മുൻപിൽ, ഒരാവശ്യത്തിന്റെ മുൻപിൽ, ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചവരോട് ഞാൻ പറയുന്നു, പ്രാർത്ഥിച്ചവർ ഈ സഭയിലുണ്ടോ? ഈ ദിവസങ്ങളിൽ ഉപവസിച്ചവർ ദൈവസന്നിധിയിലുണ്ടോ? തമ്പുരാന്റെ മുഖം അന്വേഷിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഉറപ്പായും പറയുന്നു, ഇത് എൻ്റെ യുദ്ധമല്ല, ഇത് കർത്താവേ നിന്റെ യുദ്ധമാണ് എന്ന് നീ ദൈവത്തോട് പറഞ്ഞാൽ ആ യുദ്ധം ദൈവം എടുക്കും. ആ യുദ്ധം ദൈവം എടുക്കും. ഒന്ന് കൈമാറിയേ, ആ ഫയലൊന്ന് കൈമാറിയേ, ആ ഫയലൊന്ന് കൈമാറിയേ. എല്ലാവരും സ്തോത്രം പറയാൻ ഞാൻ പറയത്തില്ല, പ്രാർത്ഥിച്ചവർ സ്തോത്രം പറയണം. എല്ലാവരും കൈകൊട്ടാൻ ഞാൻ പറയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ യഹോശാഫത്തിനെ പോലെ ആമേൻ നിലവിളിച്ചവർ ആരാധിക്കണം. തമ്പുരാന്റെ മുമ്പിൽ നിനക്കൊരു ഉറപ്പുണ്ട്, ഈ യുദ്ധം ഇപ്പോൾ എന്റേതല്ല, ഈ യുദ്ധം ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെതല്ല, ഈ യുദ്ധം ഇപ്പോൾ എൻ്റെ സഭയുടേതല്ല, ഈ യുദ്ധം ഇപ്പോൾ ദൈവത്തിൻ്റെതാണ്. ശാരീരിക പ്രയാസത്താൽ ഭാരപ്പെടുന്ന ദൈവദാസനെ, ശാരീരിക വിഷയത്താൽ പ്രയാസപ്പെടുന്ന ദൈവപുരുഷനെ, ഇന്ന് പകൽ പ്രിയ കുടുംബമേ, നിന്നോട് കർത്താവ് ഇടപെടുന്നു. തമ്പുരാന്റെ മുമ്പിൽ നീ നെടുമ്പാട് കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഇപ്പോൾ യുദ്ധം നിന്റേതല്ല, ഇപ്പോൾ യുദ്ധം ദൈവത്തിൻ്റെതാണ്. നീ പരാജയപ്പെടാൻ, നീ തകർന്നു പോകാൻ, നീ മരിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പുതിയ നിയമത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ പറയുന്നു ഇതൊരു സാധാരണ കാര്യമാണ്. പക്ഷേ ഇത് പുതിയ നിയമത്തിലാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുത്തൻ എഴുന്നേറ്റ് പ്രവചിച്ചത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ചലിക്കുന്ന കാലഘട്ടത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഇതൊരു നാച്ചുറൽ കാര്യമാണ്. ഇവർ പ്രതീക്ഷിക്കുന്നതേയില്ല, ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. യഹോശാഫത്ത് തൻ്റെ വേദനകളും ആവലാതികളും ദുഃഖങ്ങളും ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഹോശാഫത്തിന് ദൈവത്തിന് ചിലത് പറയാനുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ അധരത്തിൽ നിന്നൊരു വാക്ക് റിലീസ് ചെയ്യുകയാണ്. ദൈവം പറഞ്ഞത് നീ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന ചിലത് ദൈവം ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്തുള്ള ഒരു വലിയ പദ്ധതി എന്നാണെന്നറിയോ? നിങ്ങൾക്കറിയാം, ഒരു യഹോവയുടെ വായ ഒരു കാര്യം അരുളി ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ആ വാക്കിന്റെ മേളിലാണ്
ആ പ്രൊഫസിയുടെ മേളിലാണ് പിന്നെ ദൈവം ചലിക്കുന്നത്. അഗ്രിപ്പ രാജാവ് വിധി പുറപ്പെടുവിച്ച്, അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ അഗ്രിപ്പാവ് വിധി പുറപ്പെടുവിച്ച് പൗലോസിനെയും കൂട്ടാളികളെയും റോമിലെ ജയിലിൽ അടയ്ക്കാൻ ഷിപ്പിനകത്ത്, കപ്പലിനകത്ത് കയറ്റിക്കൊണ്ട് ഇവർ സഞ്ചരിക്കുമ്പോൾ ആദ്യം പറയുന്നു, ബൈബിൾ പറയുന്നു, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സമ്മതിക്കാത്ത കാറ്റടിച്ചു. ബൈബിൾ പറയുന്നു കാറ്റ് സമ്മതിക്കായികയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു കാറ്റ് പ്രതികൂലമാകുകയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സമ്മതിക്കാത്ത കാറ്റ്, പ്രതികൂലത്തിന്റെ കാറ്റ്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഈ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റൂടെ അടിച്ചപ്പോഴത്തേക്കും വേദപുസ്തകം പറയുന്നു അവസാനത്തെ പായും, അന്ന് പായ്ക്കപ്പലാണ്, കാറ്റിന്റെ ദിശ അനുസരിച്ച് സഞ്ചരിക്കുന്ന പായ്ക്കപ്പൽ, അവസാനത്തെ പായും പറന്നുപോയി. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്, പ്രതീക്ഷ മുഴുവൻ അറ്റുപോയി, ആശ നശിച്ചുപോയി. പ്രതീക്ഷ മുഴുവൻ അറ്റുപോയ സമയത്ത്, ആശ നശിച്ചു പോയപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, നമ്മുടെ പ്രാണൻ അപകടത്തിലാണ്. നിങ്ങളുടെ ലഗേജുകൾ, ചരക്കുകൾ നിങ്ങൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളക. നമ്മുടെ ഷിപ്പും നമ്മളും തകരാൻ പോകുകയാണ്. നാം മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ മനുഷ്യൻ അന്ന് രാത്രിയിൽ ഈ കാറ്റും തിരയും ഓളവും ഒക്കെ അടിച്ചിളകി നിൽക്കുന്ന ഈശാനമൂലന്റെ നടുവിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈശാനമൂലന്റെ നടുവിൽ പുള്ളി പോയി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രിയിൽ യഹോവയുടെ ദൂതൻ പൗലോസിന് പ്രത്യക്ഷമായി പറയുന്നു, പൗലോസെ ഭയപ്പെടേണ്ട, നീയും നിന്റെ കൂടെയുള്ളവരും സേഫാണ്, അവരുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഇനി നോക്കിയേ, ദൈവത്തിന്റെ വായിൽ നിന്നൊരു ദൂത് വീണാൽ നിന്റെ പ്രാണന് ഹാനി വരികയില്ലെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കപ്പലിന് പലക വേണമെന്നില്ല. ഹല്ലേലൂയ. പിന്നെ കപ്പലിന് പലക വേണമെന്നില്ല, പായ്ക്ക് നീളം വേണമെന്നില്ല. ഇന്ന് പകൽ ദൈവം നിന്നെ സേഫ് ആക്കുമെന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിന്റെ മേളിൽ ഒരു നദി ചാടി പുറപ്പെടുന്നത് പോലെ I am feeling the mighty anointing. അപ്പോസ്തല പ്രവൃത്തി 27:1 പറയുന്ന കാറ്റ്, 27:4 കാറ്റ് പ്രതികൂലമാകയാൽ. അപ്പോസ്തല പ്രവൃത്തി 27:7 പറയുന്ന കാറ്റ് സമ്മതിക്കായികയാൽ. അപ്പോസ്തല പ്രവൃത്തി 27:10 പൗലോസ് പറയുന്നത്, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണനുകൾക്കും ഏറിയ കഷ്ടം വരും, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തി 15 എഴുതിയിരിക്കുന്നേ, അങ്ങനെ അതെല്ലാം കൈവിട്ടു പോയെന്ന്, എല്ലാം കൈവിട്ട് പാറിപ്പോയെന്ന്. കയ്യിൽ നിന്ന് പോയാലും നിന്റെ കയ്യിൽ നിന്ന് എന്ത് പോയി എന്നുള്ളതല്ല വിഷയം, നിന്റെ കയ്യിലുള്ള വാഗ്ദത്തത്തിന്റെ കനമാണ് വിഷയം. 20ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അങ്ങനെയുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ആ 22ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയിൽ പൗലോസ് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് പറയുന്നു, എങ്കിലും ധൈര്യത്തോടിരിപ്പീനെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിക്കുവിൻ. 25ാമത്തെ വാക്യം പറയുന്നു, എന്നോട് ദൈവം അരുളി ചെയ്തത് പോലെ തന്നെ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണത്തില്ലെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ചെങ്കടൽ വിഷയമല്ല. ദൈവത്തിന് ചെങ്കടൽ വിഷയമല്ല. വാഗ്ദത്തമുള്ളവർ ആരാധിക്കുക, വിളിയുള്ളവർ ദൈവത്തിന് നന്ദി പറ, നന്ദി പറ, നന്ദി പറ. എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം. നിന്നോട് എന്തെങ്കിലും കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടോ? നീ അടിവരയിട്ട് എഴുതി വെച്ചോ, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഞാൻ നോക്കുന്നത് ഈശാനമൂലനെ അല്ല, ഞാൻ നോക്കുന്നത് സമ്മതിക്കാത്ത കാറ്റിനെ അല്ല, ഞാൻ നോക്കുന്നത് പ്രതികൂലത്തിന്റെ കാറ്റിനെയല്ല, ഞാൻ നോക്കുന്നത് പാറി പറന്നുപോയ പായിയല്ല, ഞാൻ നോക്കുന്നത് ഇളകി വീഴുന്ന പലകയല്ല. എൻ്റെ ഫൗണ്ടേഷൻ, എൻ്റെ പ്ലാറ്റ്ഫോം എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് എന്ന് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ എൻ്റെ പ്ലാറ്റ്ഫോം അതാണ്.
ഈ മനുഷ്യൻ ഇപ്പൊ നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. പൗലോസിന് നിൽക്കാൻ പലകയിലെ ഇളകിപ്പോയിക്കൊണ്ടിരിക്കുക. പായ് പറന്നുപോയി, ആശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. സ്വന്തമായിട്ട് നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം പോലും ഇല്ലാതെ ഏതു സമയവും ആഴക്കടലിന്റെ അടിയിലോട്ട് പോകാനിരിക്കുന്നവനോട് ദൈവം പറയുകയാണ്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ, ഇപ്പം നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തവനോട്, ഇന്ന് തീരും ഇന്ന് മരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവനോട് അവന്റെ അടുത്ത മാസത്തെ പ്രോഗ്രാം എവിടാന്നാ പറയുന്നത്. അപ്പോ നമുക്കറിയാം, പൗലോസിനെയും കൂടുള്ള മുഴുവൻ ജനത്തെയും ദൈവം വിടുവിച്ചു. മുഴുവൻ ആൾക്കാരും മറുകരയിൽ എത്തി. 34-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരുത്തന്റെ തലയിൽ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല. അവരെല്ലാവരും രക്ഷപ്പെട്ടു. മെലീത്ത എന്ന ദ്വീപിലെത്തി. എന്താണ് കാരണം? കാറ്റില്ലാഞ്ഞിട്ടാണോ? ഈശാനമൂലയില്ലാഞ്ഞിട്ടാണോ? പ്രതിസന്ധികളില്ലാഞ്ഞിട്ടാണോ? ഇതൊരു ഇമ്പോർട്ടന്റ് മെസ്സേജാണ്. യഹോശാഫത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, താൻ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച ഈ മനുഷ്യനെ ദൈവത്തിന് രക്ഷിക്കണം. അതിനുവേണ്ടി എന്തോ ദൈവം ചെയ്തത്? അവിടെ ഇരുന്ന ഒരുത്തന്റെ മേളിലോട്ട് തൻ്റെ ആത്മാവിനെ അങ്ങോട്ട് അയച്ചിട്ട്, ഒരു ലേവ്യന്റെ മേളിലോട്ട് ആത്മാവിനെ അയച്ചിട്ട്, അവനെയും കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണിത്. യഹോശാഫത്തിനോടൊരു ദൂത് പറയുകയാണ്, ഭയപ്പെടണ്ട, യുദ്ധം നമ്മുടെ അല്ല, യുദ്ധം യഹോവയുടെ. ദൂത് വീണ് കഴിഞ്ഞാൽ പിന്നെ തോക്കും വാളും വടിയൊന്നും വേണ്ടെന്നേ. വാഗ്ദത്തത്തിനകത്ത് ചലിക്കുന്ന ദൈവകരം ഒരു ലേവ്യനെയും കൊണ്ട് പ്രവചിപ്പിച്ചു. നിന്റെ മേളിലോട്ട് ദൈവം ഒരു യഹോവയുടെ വാ എന്തെങ്കിലും അരുളി ചെയ്തു കഴിഞ്ഞാൽ ദൈവം അത് ചെയ്തേ പോത്തുള്ളൂ. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്ക, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഗിദെയോനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മിദ്യാന്യരെ തീർത്തിരിക്കും. കാരണം ഞാൻ നിൽക്കുന്നത് എന്റെ ബലത്തിലല്ല, ഞാൻ നിൽക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്നവൻ പറഞ്ഞ വാക്കിലല്ല, ഞാൻ നിൽക്കുന്നത് വാഗ്ദത്തത്തിലാണ്. ദാനിയേലേ, നിന്നെ ഒരു രാജ്യത്തിന്റെ ശബ്ദമാക്കാൻ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേളിൽ ഉണ്ടെങ്കിൽ സിംഹക്കുഴി നിന്റെ അവസാനമല്ല. മോശേ, നിന്റെ നിയോഗങ്ങൾ ദൈവത്തിൽ നിന്ന് വീണ നിയോഗങ്ങളാണെങ്കിൽ ചെങ്കടൽ നിന്റെ അവസാനമല്ല. ജോസഫേ, നിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം രാജ്യത്തിന്റെ പ്രഥമ പുരുഷനാകും, സകലരും നിന്നെ വീണു വണങ്ങും എന്ന വാഗ്ദത്താണെങ്കിൽ കാരാഗ്രഹമോ പൊട്ടക്കിണറോ നിന്റെ അവസാനമല്ല. നിന്റെ അവസാനമല്ല. ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവീൻ, ഞാൻ ഇതിനെ 3 നാൾ കൊണ്ട് പണിയും, ഞാൻ 3-ാം ദിവസം ഉയർക്കുമെന്ന് നസ്രായൻ വാ കൊണ്ട് പറഞ്ഞെങ്കിൽ കൂരിരുളോ കുരിശോ കാരിരുമ്പാണിയോ ശിരസിൽ തറച്ച മുൾക്കിരീടമോ അടക്കിയ കല്ലറയോ ഉരുട്ടി വെച്ച കല്ലോ ഒരു വീഴ്ചയല്ല. ഇസ്ഹാക്കേ, നീ ഈജിപ്തിലോട്ട് പോകരുത്, നീ ഗരാറിൽ പാർത്തോണം, നിന്നെ ഞാൻ അവിടെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നീ കുടിച്ച കിണറുകളെ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയാലും, നീ കുടിച്ച സിത്ന മണ്ണിട്ട് മൂടിയാലും, നീ കുടിച്ച കിണറുകളെ പുറകെ നടന്ന് മണ്ണിട്ട് മൂടിയാലും, എൻ്റെ തമ്പുരാൻ നിന്നെ രഹബോത്തിൽ എത്തിച്ചിരിക്കും എന്ന സത്യം നീ തിരിച്ചറിയുക. എൻ്റെ ദൈവം നിന്നെ രഹബോത്തിൽ എത്തിച്ചിരിക്കും. എൻ്റെ ദൈവം നിന്നെ രഹബോത്തിൽ എത്തിച്ചിരിക്കും. ആമേൻ. നിന്നോട് എതിർത്ത ശക്തികളെ അവൻ നിലംപരിചാക്കിയിരിക്കും. അവർ നാളുകളിൽ നിന്നോട് സഖ്യത കൂടാൻ വരത്തക്ക നിലകളിൽ എൻ്റെ പ്രവൃത്തിയെ ഞാൻ ചെയ്തിരിക്കും. അമ്മോന്യരെയും മോവാബിരെയും മെയൂന്യരെയും ദൈവത്തിന് തീർക്കാൻ ഒറ്റ പ്രവചനം മതി, ഒറ്റ ദൂത്.
ഒരുത്തന്റെ മേളിലോട്ട് ആത്മാവിനെ ഇട്ട് ഒറ്റ പ്രവചനം. അവൻ പ്രവചിച്ചിട്ട് പോകുന്നു, ദൈവം ആ പ്രവചനത്തിന്റെ പുറകെ നിൽക്കുന്നു. പ്രാർത്ഥിച്ച, നിലവിളിച്ച മനുഷ്യന്റെ വിഷയം ദൈവം എടുത്തു. ദൈവം നിന്റെ ഫയൽ എടുത്തു എന്നതിന്റെ തെളിവാണ്. ദൈവം നിന്റെ ഫയൽ എടുത്തു എന്നതിന്റെ തെളിവാണ് ദൈവം ഒരു ദൈവദാസനിലൂടെ, വചനത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ പ്രവചനത്തിലൂടെയോ നിന്നെ ഒരു ശബ്ദം കേൾപ്പിച്ചത്. ദൂത് പറഞ്ഞതിന് ശേഷമല്ല ദൈവം ഫയൽ എടുക്കുന്നത്. ഫയൽ എടുത്ത കേസിലാണ് ദൂത് പറയുന്നത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു മന്ത്രി, ഒരു ലീഡർ ആ ഫയൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇത് ഞാൻ ശരിയാക്കി തരാം. ഫയൽ എടുത്തത് നിങ്ങളോടൊരു ദൂതോ ആലോചനയോ ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ പറയും, നിങ്ങളുടെ തലേ കൈവച്ച് പറയുന്ന നല്ല ഒരു വചനത്തിലൂടെങ്കിലും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബൈബിൾ തുറന്ന ഒരു വാക്യത്തിലൂടെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ വിഷയത്തിന്റെ ഫയൽ ദൈവം എടുത്തിട്ടുണ്ട് എന്നതാണ്. ഇനി അതിന്റെ മേളിൽ ആക്ഷൻ ഉണ്ടാവും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേൽ എറിയുക. ഏറെ നാൾ കഴിഞ്ഞാലും അത് തിരിച്ചു വരും. സമയം തെറ്റുകയില്ല. The right time that will come. 17-ാമത്തെ വാക്യത്തിൽ ആ പ്രവചനം നീളുകയാണ്. ഈ പടയിൽ പൊരുതാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദിയെയും യെരൂശലേമുമായുള്ളവരെയും നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടണ്ട, ഭ്രമിക്കണ്ട, അവരുടെ നേരെ ചെല്ലുവിൻ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും എടുക്കണ്ട. നിങ്ങൾ അങ്ങ് വർക്ക് ചെയ്യാൻ നിന്നാൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ദൈവം വർക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ നിനക്ക് വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഈ ദൂത് റിലീസ് ആയപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുൻപാകെ വീണ് നമസ്കരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിക്കാൻ എഴുന്നേറ്റു. ദൂത് അങ്ങോട്ട് അഭിഷിക്തന്റെ വായിന്ന് വീണതും ആ ദൂതിന്റെ മുമ്പിൽ അങ്ങ് സാഷ്ടാംഗം വീണു. 20-ാമത്തെ വാക്യത്തിൽ യഹോശാഫാത്ത് പറയുന്നു, യഹൂദിയും യെരൂശലേം നിവാസികളായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. 21-ാം വാക്യം, യുദ്ധത്തിന് പാമ്പുവാണേ, രാജാവും സൈന്യം കൂടെ യുദ്ധത്തിന് പാമ്പുവാണേ. വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്താനും യഹോവയെ സ്തുതിക്കാനും അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. യുദ്ധത്തിന് പോകാൻ വെട്ടാനും വെടിവെക്കാനും അറിയാവുന്നവനെ നിയമിക്കേണ്ട സ്ഥലത്ത് പാട്ടുപാടാൻ അറിയാവുന്ന ആളുകളെ ഫ്രണ്ടിൽ നിർത്തി, തോക്കെടുക്കേണ്ടടുത്ത് തമ്പേർ എടുത്ത്, വാളെടുക്കേണ്ടടുത്ത് ഡ്രം എടുത്ത് പരിപാടി തുടങ്ങുക. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരെയും മോവാബരുടെയും യേസീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി, അങ്ങനെ അവർ തോറ്റുപോയി. ഇവിടെ നിങ്ങൾ പാടാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ നിങ്ങൾ വെട്ടാൻ പോയില്ല, നിങ്ങൾ വെടിവെക്കാൻ പോയില്ല, നിങ്ങൾ തോക്കെടുത്തില്ല. പക്ഷെ തോക്കും വാളും വെടിയും വെക്കാൻ അറിയാവുന്ന വേറെ ആൾക്കാരെ പാടുന്നവന് വേണ്ടി ദൈവം സെറ്റ് ചെയ്തു. മനസ്സിലായില്ല. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം വേറെ ചിലരെ എഴുന്നേൽപ്പിച്ച് നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇതിനകത്ത് ആമീൻ പറയാനുണ്ട്? സ്തോത്രം പറയുന്നത് കാര്യമുണ്ടോ? പാടുന്നതിലോ കൈയടിക്കുന്നതിലോ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ചിലർ പറയാറുണ്ട്, അവിടെ ഇൻസ്ട്രുമെന്റ്സിന്റെ കൊട്ട. കാര്യമുണ്ടോ? ഉണ്ടോ? ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. സമയമാകുമ്പം മോറിയ മലയിൽ മറച്ചു വെച്ചിരിക്കുന്ന ആട്ടിൻകുട്ടി വരും. റിലാക്സ്. 26-ാം വാക്യം പറയുന്നു, 4-ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബറാക്ക താഴ്വര എന്ന് പറയുന്നു. യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ
ജയസന്തോഷം നൽകി. എന്താ ബറാഖ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ദ വാലി ഓഫ് പ്രൈസ്, സ്തുതിയുടെ താഴ്വര. സ്തുതിയുടെ താഴ്വരയിൽ നിൽക്കുന്നവർക്ക് ശത്രുക്കളുടെ മേളിൽ ഒരു ജയവും സന്തോഷവും. വിഷണ്ട മനസ്സിന് പകരം അവൻ സ്തുതി എന്ന മേലാട അണിയിക്കുന്നു. 29-ാമത്തെ വാക്യം പറയുന്നു, യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തെന്ന് കേട്ടപ്പോൾ. ആരാ യുദ്ധം ചെയ്തേ? ആർക്ക് വേണ്ടി? പ്രാർത്ഥിച്ചവന് വേണ്ടി, ദൈവത്തിൽ ആശ്രയിച്ചവന് വേണ്ടി, പ്രാർത്ഥിച്ചവന് വേണ്ടി. എന്നെ കൊണ്ട് ഇത് പറ്റുകയില്ല കർത്താവേ, എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് സമ്മതിച്ചവന് വേണ്ടി ദൈവ യുദ്ധം ചെയ്തു. യഹോവ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിൻ സകല രാജ്യങ്ങളുടെ മേലും വന്നു. ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. എല്ലാവരും ഒന്ന് പറയാം, സ്വസ്ഥത. അത് ആഗ്രഹിക്കുന്നവരൊന്ന് കൈപോക്കിയേ. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ആർക്കാണ് സ്വസ്ഥത? പ്രാർത്ഥിക്കുന്നവന്. ആർക്കാണ് സ്വസ്ഥത? ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് നിന്ന് ദൈവത്തെ ആശ്രയിക്കുന്നവന്. ആർക്കാണ് സ്വസ്ഥത? ദൈവത്തെ ആരാധിക്കുന്നവന്. ആർക്കാണ് സ്വസ്ഥത? കർത്താവേ, ഞാൻ ബലഹീനനാണ്, പക്ഷെ നീ ശക്തനും പരാക്രമശാലിയുമാണ്, നീ വലിയവനാണ്, ഞാൻ നത്തിങ്, ഐ ആം ലോർഡ്, യു ആർ മൈ എവ്രിതിങ് എന്ന് ദൈവത്തോട് സമ്മതിക്കുന്നവന് ജീവിതം മുഴുവൻ, യുദ്ധം മുഴുവൻ, സാഹചര്യം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നവനുള്ളതാണ് സ്വസ്ഥത.